വേനൽ മഴയിൽ തകർന്നത് ജലീലിന്റെ പ്രതീക്ഷകൾ. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലാണ് വഴിക്കടവ് പൂത്തിപ്പൊയിലെ പുല്ലംതൊടി ജലീലിന്റെ 300ഓളം നേന്ത്രവാഴകൾ നിലം പൊത്തിയത്. 600ഓളം വാഴകൾ ഉണ്ടായിരുന്ന കൃഷിയിടത്തിൽ ഇനി അവശേഷിക്കുന്നത് 300ൽ താഴെ വാഴകൾ മാത്രമാണ്. കുലച്ചു വിളവെടുപ്പിന് ഭാഗമായി വരുന്നതിനിടെയാണ് ജലീലിന്റെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തി കാറ്റാഞ്ഞു വീശിയത്. വിലയിടിവിനൊപ്പം കാറ്റും കൂടി എത്തിയതോടെ ജലീൽ വലിയ കടക്കെണിയിലാകും. ബാങ്ക് വായ്പയെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്നും കടം വാങ്ങിയുമാണ് വാഴകൃഷി നടത്തിവന്നിരുന്നത്. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് നഷ്ടപരിഹാര തുക നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടി അതിശക്തമായ ഒരു കാറ്റുണ്ടായി. അതിൽ വാഴ കൊലച്ച് പകുതി മൂപ്പായ വാഴയാണ്. അത് കംപ്ലീറ്റ് പോയി. ഇത് ലോൺ എടുത്ത് ചെയ്യുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടം പറ്റിയിരിക്കുന്നത്. പ്രവാസിൻ്റെ ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പ്രവാസം നിർത്തി വന്ന് കൃഷിക്ക് ഇറങ്ങിയതാണ്. എത്ര വാഴയാണ് മൊത്തം ഉണ്ടായിരുന്നത്? ഇത് 600 വാഴ ഉണ്ട്. അതിൽ 30% നാശമായി. ഇൻഷുറൻസ് മറ്റുണ്ടോ? ഇൻഷുറുണ്ട്. ഇൻഷുറല്ല നമ്മൾ മെയിൻ. ഇതിൻ്റെ കൃഷി ഉണ്ടാക്കിയാൽ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.